നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് പക്ഷികൾ പറക്കുമ്പോൾ അതുങ്ങളൊരു വി ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫോർമേഷനിൽ ഒരു ആരോ ഷേപ്പിൽ പറക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന് പിന്നിൽ ഒരു കിട്ടില സയൻസ് ഉണ്ട്. അതായത് മുന്നിൽ പറക്കുന്ന പക്ഷി താഴേക്ക് ചിറകടിക്കുന്ന സമയത്ത് ചിറകിൻ്റെ അഗ്രഭാഗങ്ങളിൽ നിന്ന് എയർ മുകളിലേക്ക് വരും. അതിനാണ് അപ്വാഷ് എന്ന് പറയുന്നത്. അപ്പം താഴെ ഒരു ഹൈ പ്രഷറും മുകളിൽ ഒരു നെഗറ്റീവ് പ്രഷറുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ തൊട്ട് പിന്നിൽ വരുന്ന പക്ഷിക്ക് ഈ വരുന്ന ചിറകടിക്കുന്ന കിട്ടുന്ന അപ്വാഷ് അതിന് കിട്ടും. അപ്പോൾ അതിനപ്പോൾ കുറച്ച് ചിറകടിച്ചാൽ മതി. അതായത് ഏകദേശം 70% എനർജിയാണ് അത് സേവ് ചെയ്യുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അങ്ങനെ ഏറ്റവും പുറകിൽ വരുന്ന പക്ഷിക്ക് വളരെ കുറച്ച് എനർജി എടുത്താൽ മതി. അതിൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ വളരെ കുറയുന്നതായിട്ട് സയൻറ്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഒരു ബേർഡ് തന്നെ ആയിരിക്കത്തില്ല ലീഡറായിട്ട് നിൽക്കുന്നത്. കാരണം ലീഡർ ബേർഡിനാണ് എപ്പോഴും കൂടുതൽ ആയാസം വരുന്നത്, കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് കുറച്ച് ക്ഷീണിക്കുമ്പോഴത്തേക്ക് അടുത്ത ബേർഡ് ലീഡർ ബേർഡായിട്ട് മാറും. അങ്ങനെ സ്ഥാനങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതൊരു ടീം വർക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ബാക്കി പക്ഷികളൊന്നും ഇങ്ങനെ പറക്കാത്തത്? അതായത് പ്രാവൊന്നും ഇങ്ങനെ പറക്കുന്ന കാണാറില്ലല്ലോ. യെസ്, അതുങ്ങളങ്ങനെ പറക്കില്ല. കാരണം അതിന് ഉണ്ടാക്കുന്ന ഒരു വായു പ്രവാഹം, ആ അപ്വാഷ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. കാരണം അതിൻ്റെ ശരീരവും വിങ്സും ചിറകടിക്കുന്ന രീതിയൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഈ ചെറിയ പക്ഷികളൊക്കെ ഭയങ്കര കെയോട്ടിക്കായിട്ടുള്ള ഒരു എയർ കറണ്ട് ആയിരിക്കും ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരുമിച്ച് പറക്കുന്ന സമയത്ത്. അത് ബെനിഫിഷ്യൽ അല്ല. അപ്പോൾ അടുത്ത തവണ ആകാശത്തേക്ക് നോക്കുമ്പോൾ പക്ഷികൾ ഈ രീതിയിൽ പറക്കുന്ന കാണുമ്പം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, കിട്ടില്ല സയൻസ് ആണ് അവിടെ നടക്കുന്നത് എന്നുള്ളത്.